ശമൂവേൽ അധ്യായം 23. ഫെലിസ്ത്യർ കെയീലയുടെ നേരെ യുദ്ധം ചെയ്യുന്നു എന്നും അവർ കളങ്ങൾ കവർച്ച ചെയ്യുന്നു എന്നും ദാവീദിന് അറിവ് കിട്ടി. ദാവീദ് ദൈവത്തോട്, ഞാൻ ഈ ഫെലിസ്ത്യരെ ചെന്ന് തോൽപ്പിക്കണമോ എന്ന് ചോദിച്ചു. ദൈവം ദാവീദിനോട്, ചെന്ന് ഫെലിസ്ത്യരെ തോൽപ്പിച്ചു കെയീലയെ രക്ഷിച്ചു കൊള്ളുക എന്ന് കൽപ്പിച്ചു. എന്നാൽ ദാവീദിൻ്റെ ആളുകൾ അവനോട്, നാം ഇവരെ യഹൂദയിൽ തന്നെ ഭയന്ന് പാർക്കുന്നു, പിന്നെ കെയീലയിൽ ഫെലിസ്ത്യരുടെ സൈന്യത്തിൻ്റെ നേരെ എങ്ങനെ ചെല്ലും എന്ന് പറഞ്ഞു. ദാവീദ് വീണ്ടും ദൈവത്തോട് ചോദിച്ചു. ദൈവം അവനോട്, എഴുന്നേറ്റ് കെയീലയിലേക്ക് ചെല്ലുക, ഞാൻ ഫെലിസ്ത്യരെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് അരുളി ചെയ്തു. അങ്ങനെ ദാവീദും അവൻ്റെ ആളുകളും കെയീലയിലേക്ക് പോയി ഫെലിസ്ത്യരോട് യുദ്ധം ചെയ്ത് അവരുടെ ആടുമാടുകളെ അപഹരിച്ചു, അവരെ കഠിനമായി തോൽപ്പിച്ചു. കെയീലോ നിവാസികളെ രക്ഷിച്ചു. അഹീമേലെക്കിൻ്റെ മകനായ അബ്യാഥാർ കെയീലയിൽ ദാവീദിൻ്റെ അടുക്കൽ ഓടി വന്നപ്പോൾ കൈവശം ഏഫോദ് കൂടെ കൊണ്ടുവന്നിരുന്നു. ദാവീദ് കെയീലയിൽ വന്നിരിക്കുന്നു എന്ന് ശൗലിന് അറിവ് കിട്ടി. ദൈവം അവനെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു, വാതിലും ഓടാമ്പലുമുള്ള പട്ടണത്തിൽ കടന്നിരിക്കൊണ്ട് അവൻ കുടുങ്ങിയിരിക്കുന്നു എന്ന് ശൗൽ പറഞ്ഞു. ശൗൽ ദാവീദിനെയും അവൻ്റെ ആളുകളെയും വളയേണ്ടതിന് കെയീലയിലേക്ക് പോകുവാൻ സകല ജനത്തെയും യുദ്ധത്തിന് വിളിച്ചുകൂട്ടി. ശൗൽ തൻ്റെ നേരെ ദോഷം ആലോചിക്കുന്നു എന്ന് ദാവീദ് അറിഞ്ഞപ്പോൾ പുരോഹിതനായ അബ്യാഥാരിനോട്, ഏഫോദ് ഇവിടെ കൊണ്ടുവരിക എന്ന് പറഞ്ഞു. പിന്നെ ദാവീദ്, ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവേ, ശൗൽ കെയീലയിലേക്ക് വന്നു എൻ്റെ നിമിത്തം ഈ പട്ടണം നശിപ്പിപ്പാൻ പോകുന്നു എന്ന് അടിയൻ കേട്ടിരിക്കുന്നു. കെയീല പൗരന്മാർ എന്നെ അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുമോ? അടിയൻ കേട്ടിരിക്കുന്നത് പോലെ ശൗൽ വരുമോ? ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവേ, അടിയനെ അറിയിക്കണമേ എന്ന് പറഞ്ഞു. അവൻ വരും എന്ന് കർത്താവ് അരുളി ചെയ്തു. ദാവീദ് പിന്നെയും, കെയീല പൗരന്മാർ എന്നെയും എൻ്റെ ആളുകളെയും ശൗലിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുമോ എന്ന് ചോദിച്ചു. അവർ ഏൽപ്പിച്ചു കൊടുക്കും, എഴുന്നേറ്റ് പട്ടണത്തിൽ നിന്ന് ഓടിപ്പോകുക എന്ന് കർത്താവ് അരുളി ചെയ്തു. അപ്പോൾ ദാവീദും 600 പേരോളമുള്ള അവൻ്റെ ആളുകളും കെയീലയെ വിട്ടു പുറപ്പെട്ട് സൗകര്യം കണ്ടിടത്ത് സഞ്ചരിച്ചു. ദാവീദ് കെയീല വിട്ടു ഓടിപ്പോയി എന്ന് ശൗൽ അറിഞ്ഞപ്പോൾ അവൻ യാത്ര നിർത്തിവെച്ചു. ദാവീദ് മരുഭൂമിയിലെ ദുർഗങ്ങളിൽ താമസിച്ചു. സിഫ് മരുഭൂമിയിലെ മലനാട്ടിലും പാർത്തു. ഇക്കാലമെല്ലാം ശൗൽ അവനെ അന്വേഷിച്ചു കൊണ്ടിരുന്നു. എങ്കിലും ദൈവം അവനെ അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. തൻ്റെ ജീവനെ തേടി ശൗൽ പുറപ്പെട്ടിരിക്കുന്നു എന്ന് ദാവീദ് കണ്ടു. അന്ന് ദാവീദ് സീഫ് മരുഭൂമിയിലെ ഒരു കാട്ടിൽ ആയിരുന്നു. അനന്തരം ശൗലിൻ്റെ മകനായ യോനാഥാൻ പുറപ്പെട്ട് ആ കാട്ടിൽ ദാവീദിൻ്റെ അടുക്കൽ ചെന്നു. അവനെ ദൈവത്തിൽ ധൈര്യപ്പെടുത്തി അവനോട്, ഭയപ്പെടേണ്ട, എൻ്റെ പിതാവായ ശൗലിന് നിന്നെ പിടികിട്ടുകയില്ല, നീ ഇസ്രായേലിന് രാജാവാകും. അന്ന് ഞാൻ നിന്നോടുണ്ട് കൂടെ ഉണ്ടായിരിക്കും, അത് എൻ്റെ പിതാവായ ശൗലും അറിയുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ അവർ തമ്മിൽ ദൈവസന്നിധിയിൽ ഉടമ്പടി ചെയ്തു. ദാവീദ് കാട്ടിൽ താമസിക്കുകയും യോനാഥാൻ വീട്ടിലേക്ക് പോവുകയും ചെയ്തു.
അനന്തരം സിഫ്യർ ഗിബെയയിൽ ശൗലിന്റെ അടുക്കൽ വന്നു, ദാവീദ് ഞങ്ങളുടെ സമീപം മരുഭൂമിക്ക് തെക്കുള്ള ഹഗീലാമലയിലെ വനദുർഗങ്ങളിൽ ഒളിച്ചിരിക്കുന്നു. ആകയാൽ രാജാവെ, തിരുമനസ്സിലെ ആഗ്രഹം പോലെ വന്നുകൊള്ളണം. അവനെ രാജാവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു തരുന്ന കാര്യം ഞങ്ങൾ ഏറ്റിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് ശൗൽ പറഞ്ഞത്, നിങ്ങൾക്ക് എന്നോട് മനസ്സിലു തോന്നിയിരിക്കൊണ്ട് നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ. നിങ്ങൾ പോയി ഇനിയും സൂക്ഷ്മമായി അന്വേഷിച്ച് അവൻ്റെ സഞ്ചാരം എവിടെയെല്ലാം ആണെന്നും അവിടങ്ങളിൽ അവനെ കണ്ടവർ ആരെല്ലാമെന്നും അറിയണം. അവൻ വലിയ ഉപായി ആകുന്നു എന്ന് ഞാൻ കേട്ടിരിക്കുന്നു. ആകയാൽ അവൻ ഒളിച്ചിരിക്കുന്ന ഒളിവിടങ്ങളെല്ലാം കണ്ടറിഞ്ഞു വന്ന് സൂക്ഷ്മ വിവരം എന്നെ അറിയിക്കണം. ഞാൻ നിങ്ങളോട് കൂടെ പോരും. അവൻ ദേശത്ത് വല്ലിടത്തുമുണ്ടെങ്കിൽ ഞാൻ അവനെ യഹൂദ സഹസ്രങ്ങളിലൊക്കെയും അന്വേഷിച്ചു പിടിക്കും. അങ്ങനെ അവർ പുറപ്പെട്ട് ശൗലിന് മുമ്പേ സീഫിലേക്ക് പോയി. എന്നാൽ ദാവീദും അവൻ്റെ ആളുകളും മരുഭൂമിയുടെ തെക്ക് സമതലത്ത് മാവോൻ മരുഭൂമിയിലായിരുന്നു. ശൗലും അവൻ്റെ സേനയും അവനെ ജയിക്കുവാൻ പുറപ്പെട്ടു. അത് ദാവീദിന് അറിവ് കിട്ടിയപ്പോൾ അവൻ മാവോൻ മരുഭൂമിയിലെ സേനയിൽ ചെന്ന് താമസിച്ചു. ശൗൽ അത് കേട്ടപ്പോൾ മാവോൻ മരുഭൂമിയിൽ ദാവീദിനെ പിന്തുടർന്നു. ശൗൽ പർവ്വതത്തിൻ്റെ ഇപ്പുറത്തും ദാവീദും ആളുകളും പർവ്വതത്തിൻ്റെ അപ്പുറത്തും കൂടി നടന്നു. ശൗലിനെ ഒഴിഞ്ഞു പോകുവാൻ ദാവീദ് ബന്ധപ്പെട്ടു. ശൗലും സേനയും ദാവീദിനെയും അവൻ്റെ ആളുകളെയും വളഞ്ഞു പിടിക്കുവാനെടുത്തു. അപ്പോൾ ശൗലിൻ്റെ അടുക്കൽ ഒരു ദൂതൻ വന്നു, ക്ഷണം വരണം, ഫെലിസ്ത്യർ ദേശത്തെ ആക്രമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ ശൗൽ ദാവീദിനെ പിന്തുടരുന്നത് നിർത്തി ഫെലിസ്ത്യരുടെ നേരെ പോയി. ആകയാൽ ആ സ്ഥലത്തിന് സെമാആർ പൊൽശുത്തോ എന്ന് പേരായി. ദാവീദോ അവിടം വിട്ടുപോയി ഏൻഗദിയിലെ ദുർഗങ്ങളിൽ ചെന്ന് പാർത്തു. ദൈവമേ, സ്തുതി, നിനക്ക് യോഗ്യമാകുന്നു. പാർഗ്മോർ.